അതൊരു നിഴലുപോലെ പിറകെ ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാവരുമൊക്കെ ഒരു പ്രൊഫഷനൊക്കെ ആയി ഒന്ന് സെറ്റാവുന്ന സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത് മുഴുവൻ എനിക്കൊന്നും അല്ലാതായ ഒരു മൊമെൻ്റായിരുന്നു. ഞാൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടും അതെനിക്ക് മാത്രമേ. ഹൗ യു അപ്രോച്ച് ഇറ്റ്, നമ്മൾ വ്യൂ ചെയ്യുന്ന രീതി മാറാൻ തുടങ്ങി. ഒരു ദിവസം ഒരാളെങ്കിലും എന്തെങ്കിലും നല്ല വാക്ക് പറയും, അത് വലിയൊരു അനുഗ്രഹമാണ്. ബിഗ്ഗസ്റ്റ് ലെസൺ കുറേ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ ടോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് ഇൻ അറ്റ്മോസ്ഫിയറിക് സയൻസ്, അത് കഴിഞ്ഞ് ജർമ്മനിയിൽ പോയി PhD ഇൻ സെയിം സബ്ജക്റ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലൈഫ് ഒരു യൂട്ടേണൊക്കെ അടിച്ച് സ്വന്തം നാട്ടിൽ വന്ന് ഒരു യോഗ അധ്യാപികയായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം അശ്വതി വി നായർ ടു ദ ഷോ. വെൽക്കം അശ്വതി ചേച്ചി. താങ്ക് യു. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നന്നായി പോകണം. ഓക്കെ. മിക്കവാറും യോഗ ഡേയിൽ ചേച്ചിയുടെ ഒരു ന്യൂസ് എപ്പോഴും കാണാറുണ്ട്, സയൻസിൽ മിടുമിടുക്കി എല്ലാം ഉപേക്ഷിച്ച് യോഗയിലേക്ക് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനിലൂടെയാണ് ചേച്ചി ഇപ്പോൾ അറിയപ്പെടുന്നത്. ആ ജേണി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഓക്കെ, ഇതൊരു ഏകദേശം എൻ്റെ ഒരു എൻ്റെ ലൈഫിൻ്റെ പിക്ചറാണ് ഈ പറയാൻ പോണേ. ഞാൻ അക്കാഡമിക്കലി വലിയ തെറ്റില്ലായിരുന്നു. അപ്പോൾ സാധാരണ പഠിക്കുന്ന ഒരു രീതിയിൽ മാസ്റ്റേഴ്സ് കുസാറ്റിൽ നിന്നാണ്. അത് കഴിഞ്ഞ് PhD ഒരു നമ്മൾ അക്കാഡമിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് അടുത്ത ലെവൽ PhD ആയിരുന്നു. അതിൽ പോയി ഇന്ത്യയിലൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോയത്. അവിടെ PhDക്കാണ് ജോയിൻ ചെയ്തത്. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ അവിടെ നിന്നൊരു മാസ്റ്റേഴ്സ് എടുക്കേണ്ടി വന്നു. അപ്പോൾ 2 മാസ്റ്റേഴ്സായി. ഇനി ഇന്ത്യയിൽ നിൽക്കേണ്ട എന്നൊരു തോന്നൽ അപ്പോഴത്തേക്കും വന്നു. അങ്ങനെയാണ് പിന്നെ ജർമ്മനിക്ക്, യൂറോപ്പിലാവുമ്പം കുറച്ച് സമയം ഡ്യൂറേഷൻ കുറവാണ്. അപ്പോൾ അങ്ങനെ യൂറോപ്പിലേക്ക് അപ്ലൈ ചെയ്യും, ജർമ്മനിയിൽ കിട്ടി. അങ്ങനെയാണ് അവിടെ PhDക്ക് പോയത്. ആൻഡ് ഇറ്റ് വെൻ വെൽ ആക്ച്വലി. നന്നായി തന്നെയാണ് പോയി. അവിടെ നല്ല പ്രൊഫസറൊക്കെ ആയിരുന്നു, നന്നായി പോയി. പക്ഷേ എവിടെയോ ഒരിടത്ത് എനിക്കൊരു ഡിസ്കണക്ഷൻ വന്നു. ജർമ്മനിയിൽ ഒറ്റയ്ക്കായിരുന്നേ. നമ്മളൊരു വൈകുന്നേരം 6 മണിയാകുമ്പോൾ വീടെത്തുമ്പോൾ ഇവിടെ 9:30 വിൻ്റർ ആണെങ്കിൽ 10:30. അപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനോ അങ്ങനെ ആരുമില്ല, ഭാഷ അറിയില്ല. ധാരാളം സമയം ഒറ്റയ്ക്ക് ഇരിക്കാനുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള സമയം അങ്ങനെ വന്നു പെട്ട് കഴിഞ്ഞാൽ വി ഹാവ് ടു അഡ്രസ് സം ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ നമ്മുടെ തോട്ട്സ് ഇങ്ങനെ വരും. അപ്പം ഒരു സെക്കൻഡ് ഇയറൊക്കെ ആയപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ തുടങ്ങി. ഇത് തന്നെയാണോ വേണ്ടത് ലൈഫിൽ, ഇങ്ങനെയാണോ പോവേണ്ടത് എന്നൊക്കെ ഒരു തോട്ട്സ് വന്നു. അതിൽ നിന്നാണ് ആക്ച്വലി ഞാൻ യോഗയിലേക്ക് എത്തുന്നത്. ഇതൊരു സ്റ്റക്കായിട്ടുള്ളൊരു ടൈമായിരുന്നു. കാരണം ഞാനിങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആദ്യം കുറച്ചൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ചിലപ്പം മുന്നേ ഉള്ളൊരു എക്സ്പീരിയൻസ് ഇന്ത്യയിൽ നിന്നുള്ള അത്ര നല്ലതായിരുന്നില്ല. ചിലപ്പോൾ അതാവാം, അല്ലെങ്കിൽ ഞാൻ എഫേർട്ട് ഇടാഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ പുതിയ സ്ഥലമായിരിക്കാം, അതിൻ്റെ പല ബുദ്ധിമുട്ടുകൾ. അപ്പം നമ്മളിങ്ങനെ പല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിരുന്ന് അങ്ങനെ കുറച്ച് കാലമൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ഉൾവിളിയിൽ നിന്നൊരു നിലവിളി ഒരവസ്ഥയിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ എനിക്കത് അഡ്രസ്സ് ചെയ്യാണ്ട് പറ്റിയില്ല. അപ്പം കുറച്ചധികം നമ്മളതിൽ ബുദ്ധിമുട്ടി. കാരണം പഠിക്കാൻ മാത്രമേ എനിക്കറിയൂ, എനിക്ക് വേറെ പണിയൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അതിൽ തന്നെ ഇനി എന്ത് ചെയ്യും, ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് വന്നതാണ് അതുവരെ. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. കാരണം ഞാൻ ആ സമയത്തൊന്നും കരിയർ ഗൈഡൻസ് അങ്ങനെയൊന്നും പോയിട്ടില്ല, നമ്മൾ പോയ വഴിയെ പോയെന്നേ ഉള്ളൂ. അപ്പോൾ കുറേ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ മനസ്സമാധാനം, സന്തോഷം, ഇങ്ങനെയുള്ള വഴികളിലും വായനകളുമാണ് കൂടുതൽ വന്നിരുന്നത്. സോ ഞാൻ എവിടെ വായിച്ചു, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കൂടുതൽ വായിക്കണം, അതാണ് നിങ്ങളുടെ അലൈൻഡ്, നിങ്ങളുടെ മൈൻഡ് അവിടെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ വായിക്കണം മുഴുവൻ സമാധാനം, സന്തോഷം, ഇങ്ങനെ ഒരു വഴിയിലാണ്. അപ്പോൾ ആ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി യോഗ TTC കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ട പാടെ എനിക്ക് ഭയങ്കര അസൂയ, ഭയങ്കര അസൂയ. അപ്പോൾ അസൂയപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അസൂയപ്പെടാൻ എന്താ കാര്യം? അപ്പം ഐ ഫെൽറ്റ് ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ. അസൂയ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പുള്ളിക്കാരിക്കുള്ളത് എനിക്കില്ല, പക്ഷെ എനിക്കത് വേണം. അപ്പോഴാണല്ലോ നമുക്ക് അസൂയ വരാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ അതെനിക്കൊരു പോയിൻ്റായിരുന്നു. കാരണം ഇതുപോലത്തെ എന്തോ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴെനിക്ക് ക്ലിയർ പിക്ചർ ഇല്ല കേട്ടോ, ഇതുപോലത്തെ എന്തോ ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തായാലും PhD കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ PhD കംപ്ലീറ്റ് ചെയ്തിട്ടും പിന്നെയും ഈ സെർച്ചായിരുന്നു. ലൈക്ക് എന്തിലേക്ക് പോകണം, 2 മാസ്റ്റേഴ്സ്, PhD, നമുക്ക് തന്നെ നമ്മളോടൊരു കൺവിൻസിങ് ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ എന്താ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണോ എന്നൊക്കെ എനിക്കൊരു തോന്നൽ വരാൻ തുടങ്ങി. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. ജർമ്മനി തന്നെ ഇല്ല, നാട്ടിലേക്ക് അപ്പോഴത്തേക്ക് എത്തി. മോൾക്കൊരു 1.25 വയസ്സൊക്കെ ഉള്ളപ്പം
അത്രയും കുഞ്ഞു കുട്ടിയെ നോക്കണ ഒരു അമ്മയാണ് ഞാൻ. കിടന്നാൽ ഉറങ്ങേണ്ടതാണ്, ഉറക്കമില്ലാതെ വല്ലാണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മൊബൈലിൽ സന്തോഷം അന്വേഷിച്ച് ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ധന്യ ഓർമ്മയുടെ അത് കാണാൻ ഇടയായി. അതിലിങ്ങനെ പലരും വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തു ഹാപ്പിയായി, മെഡിറ്റേഷൻ ചെയ്തു ഹാപ്പിയായി. അപ്പം ലെനയുടെ ഒരു ഇൻ്റർവ്യൂവിലാണ് എനിക്കത് ലാസ്റ്റ് ക്ലിക്ക് ചെയ്യണത്. ഐ വാസ് ലൈക്ക് മെഡിറ്റേഷൻ ചെയ്തു നോക്കാം, എനിക്കും അത് കിട്ടുമെന്നുണ്ടെങ്കിൽ. കാരണം ഞാൻ അത്ര ഡെസ്പറേറ്റ് ആണ്. കാരണം ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ലോവസ്റ്റ് അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി മെഡിറ്റേഷൻ പഠിക്കാൻ പോയതാണ്. മെഡിറ്റേഷൻ പഠിക്കാൻ ചെന്നിരുന്നപ്പോൾ ആ ഒരു മൊമെൻ്റ് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. ആ ക്ലാസ്സിൽ ചെന്നിരുന്ന സമയത്ത് ഒരു പസിലിൽ ഒരു പീസ് ഫിറ്റാവില്ലേ, അതുപോലെ ഞാൻ അവിടെ ഫിറ്റായി എന്നുള്ളതാണ്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഐ റിയലൈസ് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്, ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു ധാരണ എനിക്ക് ഉറപ്പായി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും പേടിയായി. കാരണം നമുക്ക് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പഠിച്ച ഡിഗ്രി അനുസരിച്ച് വുഡ് ഹാവ് ബീൻ ഈസി. പക്ഷെ എനിക്ക് കിട്ടിയത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് വല്ലാണ്ട് പേടിയാണ് ആക്ച്വലി ആയത്. ഒരു സൈഡിൽ എവിടെയോ ഒരു സമാധാനം കിട്ടിയെങ്കിലും ഇതിലോട്ട് ഞാൻ എങ്ങനെ പോവും, ഇതെനിക്കൊരു ജോലി, ഒരു തൊഴിലാവുമോ, അങ്ങനെയൊക്കെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയാണ് ഞാൻ വന്നത് ആക്ച്വലി യോഗ എന്നുള്ള രീതിയിൽ. പക്ഷേ മെഡിറ്റേഷൻ പഠിക്കാൻ വരുന്നതിന് മുമ്പ് യോഗ ഹാസ് ബീൻ പാർട്ട് ഓഫ് മൈ ലൈഫ്. അതെത്ര നാളായിട്ട്? അതൊരു 21 വയസ്സ് മുതൽ ഞാൻ യോഗയിലേക്ക് വരുന്നത് പലരെയും പോലെ ധാരാളം അസുഖങ്ങൾ എനിക്ക് 10-21 വയസ്സിലേ ആയി. അതായത് ഇരുന്ന് പഠിച്ചിട്ട് അനങ്ങാതിരുന്ന് പഠിച്ചിട്ട് ഉള്ള ഷോൾഡർ നെക്ക് പെയിൻ, അങ്ങനത്തെ പ്രോബ്ലംസ്, വെയിറ്റ് കൂടിയിട്ട് കാലിൽ സ്ട്രെയിന്, അങ്ങനത്തെ ഇഷ്യൂസ്, സ്ട്രെസ്സും ഈ ഒരു അനക്കവും ഇല്ലാതെ ഹോർമോണൽ ഇഷ്യൂസ് വന്നിട്ട് അതൊരു സൈഡ്. അപ്പോൾ 10-21 വയസ്സിലൊരു 10-40 വയസ്സിൻ്റെ ആരോഗ്യം. കളരിയിൽ ആശാൻ്റെ അടുത്ത് തിരുമാൻ പോയിട്ട് അവസാനം പുള്ളി പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ എടുക്കൂല, പോയി എന്തെങ്കിലും ഒന്ന് ചെയ്ത് ബോഡി ബെറ്റർ ആക്കാൻ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അലൈൻഡായിട്ട് തോന്നിയത് യോഗയായിരുന്നു. സോ അന്ന് മുതൽ ഞാൻ എവിടെയൊക്കെ പഠിക്കാനായിട്ട് അക്കാഡമിക്കലി പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ യോഗ ഒപ്പം ഉണ്ട്. അതൊരു നിഴലുപോലെ പിറകെ ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെ എൻ്റെ ഇംബാലൻസ് വരുന്നു, എൻ്റെ ബാലൻസിങ് ടൂളാണ് യോഗ. ആ ഒരു രീതിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അതൊരു പ്രൊഫഷനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവസാനം ഉറക്കവും കൂടെ നഷ്ടപ്പെട്ട് ലൈഫ് തന്നെ ഇംബാലൻസ് ആവും എന്നുള്ള സ്റ്റേജിൽ യോഗ കംപ്ലീറ്റ്ലി ലൈഫിലേക്ക് വന്നു എന്ന് വേണം പറയാൻ. പിന്നെ അതിലേക്ക് പോവുകയല്ലാതെ വേറെ വഴി ഉണ്ടായില്ല. അതാണ് സത്യം. അപ്പോൾ യു ഓൾമോസ്റ്റ് സ്പെൻഡ് അറൗണ്ട് ഹൗ മെനി ഇയേഴ്സ് ഇൻ സയൻസ്? എത്ര നാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? BSc കൂടെ ചേർത്താൽ 12 വർഷം. 12 വർഷം ചേച്ചി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിനകത്തുനിന്ന് വിട്ടുപോയൊരു യോഗയിലേക്ക് ചെല്ലാൻ പറ്റുക? ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ക്വസ്റ്റ്യൻ എന്നെ നല്ലപോലെ അലട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം ഞാൻ കൊടുത്തല്ലേ. ബൈ ദാറ്റ് ടൈം ഐ വാസ് 32, 32 വയസ്സായി. ഏകദേശം എല്ലാവരും ഒരു പ്രൊഫഷനൊക്കെ ആയി ഒന്ന് സെറ്റാവുന്ന സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത് മുഴുവൻ എനിക്കൊന്നും അല്ലാതായൊരു മൊമെൻ്റായിരുന്നു. ഐ വാണ്ടഡ് ടു സ്റ്റേ ബട്ട് ഐ കുഡിൻ്റ് എന്നുള്ള അവസ്ഥയിൽ മനസ്സിങ്ങനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ആവുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ശ്രമിച്ചു. ഐ ടോൾഡ് യു റൈറ്റ്, ഐ പുട്ട് എഫേർട്ട്, നല്ലപോലെ ശ്രമിച്ചിരുന്നു. എന്നിട്ടും അത് വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചത് ഇനി എനിക്ക് കുറച്ച് കാലം കൂടി ഇതിൽ സ്പെൻഡ് ചെയ്യാം, കുറച്ച് വർഷം കൂടെ വീണ്ടും നഷ്ടപ്പെടും, ഈ വർഷങ്ങൾ ഇങ്ങനെ ആഡ് ആവും എന്നല്ലാണ്ട് ഈ ഒരു ഇനിയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും തോറും ഇതൊരു നഷ്ടമാവില്ലേ എന്നുള്ളൊരു തോട്ട്. ഞാൻ എവിടെ വായിച്ചിട്ടുള്ളത്, നമ്മളൊരു ട്രെയിൻ എടുത്ത് പോവുകയാണ്, ട്രെയിൻ തെറ്റിപ്പോയി, അതായത് തെറ്റായ ട്രെയിനിൽ കയറി, എത്ര പെട്ടെന്ന് ഇറങ്ങുന്നോ അത്രയും പെട്ടെന്ന് തിരിച്ചെത്താം. അതല്ലാണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാവും. അതേതോ ഒരു പോയിന്റിൽ റിയലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് ഇപ്പോഴെങ്കിലും നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം കുറേ കാലം കഴിഞ്ഞിട്ടേ തിരിഞ്ഞു നിന്നതൊരു റിഗ്രറ്റ് ആവുന്നതിനും ഭേദം ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നൊരു പോയിന്റിലാണ് അത് ക്രോസ് ചെയ്തത്. ചേച്ചി എന്നെ ഒരുപാട് ഫാസിനേറ്റ് ചെയ്തതാണ് ഈ യോഗയും അതിൻ്റെ ടീച്ചിങ് പ്രൊഫഷനൊക്കെ. ഞാനും ഒരു യോഗ ടീച്ചർ പ്രൊഫഷണലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ ഫൈനൽ സൈനൊക്കെ ആ ഒരു ഫൈനൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ എന്നെ ഒരുപാട് പിന്നിൽ നിന്ന് വലിച്ച കുറേ പേടികളുണ്ട്. എസ്പെഷ്യലി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പിന്നെ ഫാമിലി, സൊസൈറ്റിയിൽ, അങ്ങനെ കുറേ പേടികളാണ് എന്നെ പിന്നിലേക്ക് വലിച്ചത്. എനിക്ക് ആ സ്റ്റെപ്പ് എടുക്കാൻ ഒരിക്കലും പറ്റിയില്ല. ചേച്ചി എങ്ങനെയാണ് ആ സ്റ്റെപ്പ് എടുത്തത്? ഓക്കെ, എൻ്റെ വൺ ഓഫ് ദ ടഫസ്റ്റ് ടൈമാണ്.
ഓക്കെ. അതായത് ഞാൻ ആ ഒരു PhD-യുടെ ഒരു കംപ്ലീഷൻ ടൈം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണം എന്നുള്ളതായിരുന്നു. ബാക്കി എല്ലാം സെക്കൻഡറി ആയെന്ന് തന്നെ പറയാം. കാരണം എനിക്കപ്പോൾ തോന്നിയിട്ടുള്ള ഒരാളുടെ ലൈഫിൽ ഏറ്റവും ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുക കിടന്നാൽ ഉറങ്ങാൻ പറ്റിയ അത് മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ ഞാൻ നിൽക്കുമ്പോഴാണ് യോഗയാണ് എൻ്റെ പാതയെന്ന് ഞാൻ അറിയുന്നത്, ആ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ. അപ്പോൾ ജോഷിനുണ്ടായിരുന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ പലരെയും അപ്രോച്ചും ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കങ്ങനെ അധികം ആരെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഈ ഒരു തൊഴിൽ ചെയ്ത് സക്സസ് ആയിട്ട്. ഇതൊരു മാത്രം ഒരു പ്രൊഫഷനായിട്ട് എടുത്തു പോകുന്ന അധികം പേരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അപ്രോച്ച് ചെയ്തപ്പം ഐ ഡിൻ ഗെറ്റ് എ ഗുഡ് ആൻസർ ഓൾസോ. അങ്ങനെ ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ഉത്തരവും കിട്ടിയിട്ടില്ല. പക്ഷേ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാനിതിന് പോവും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ല. എനിക്ക് കിട്ടിയ ഉത്തരവും യോഗയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പഠിക്കാനല്ല വേറൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്നിടത്തുനിന്ന് എനിക്ക് കിട്ടിയ ഉത്തരമാണ് യോഗ. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. കാരണം ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേ കാലമായി ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതൊന്ന് കാര്യം. എനിക്ക് എന്നെ തന്നെ കൺവിൻസ് ചെയ്യിക്കാൻ, കാരണം ഇത്രയും കാലം പഠിച്ചതൊക്കെയും മാറ്റി വെച്ച് വേണം നമ്മളിതിലേക്ക് ഇറങ്ങാൻ. പിന്നെ ഫാമിലിയെ കൺവിൻസ് ചെയ്യിക്കുക. അവരുടെ ധാരണ ഞാനിപ്പം വല്ല സയൻറ്റിസ്റ്റോ ഏതെങ്കിലും പ്രൊഫസറോ ആയിട്ടോ ഒക്കെ കയറുമെന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ യോഗ മാറ്റും എടുത്തുകൊണ്ട് ഇറങ്ങണേ. പിന്നെ അതിൻ്റെ ഔട്ടർ ലെയർ ഓഫ് പീപ്പിൾ ഇവരെല്ലാവരും അതിൽ വരുന്നുണ്ട്. അപ്പം എനിക്ക് പോയില്ലായിരുന്നെങ്കിൽ സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താവുമായിരുന്നു. ആ അവസരത്തിൽ എനിക്ക് പോയില്ലായിരുന്നെങ്കിൽ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് 2 വയസ്സ് തികഞ്ഞിട്ടില്ല, പാലുകൂടി നിർത്തിയിട്ടില്ല. എൻ്റെ അച്ഛൻ സിവിയർലി ഇല്ലായ ഒരു ടൈമായിരുന്നു. അതായത് അച്ഛന് ക്രിട്ടിക്കലി ഇല്ലാണെന്ന് ഞങ്ങൾ അറിയുന്ന ഒരു വർഷമാണത്. അച്ഛൻ സിവിയർലി ഇല്ലാണ്. ഈ ഒരു സമയത്താണ് എനിക്ക് ഇതിന് പോയില്ലെങ്കിൽ, ഇത് ഇത്രയും നിൽക്കുമ്പോഴും എനിക്കത് അത്രയും ഒരു വല്ലാത്തൊരു പുള്ളായിരുന്നു. ജോഷിന് എവിടെയെങ്കിലും എന്തൊക്കെ ഇത് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിതിങ്ങനെ ഒരു വലിയാണ്, മനസ്സിലായില്ലേ? പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കിളി പോവും. കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഈ സമയത്തൊക്കെ ഈ തോട്ടാണ്. എനിക്കിതെങ്ങനെയെങ്കിലും ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അത്രയ്ക്ക് അതിയായിപ്പോയി. അപ്പം ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ പോണത്. ഞാൻ ആശ്രമത്തിൽ പോയിട്ടാണ് പഠിക്കുന്നത്, ശിവാനന്ദ ആശ്രമം തിരുവനന്തപുരത്ത്. അപ്പോൾ 1 മാസം അവിടെ നിൽക്കണം. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പ്രായം പറഞ്ഞു. അപ്പോൾ കുഞ്ഞിന് പാലുകൂടി നിർത്തിയിട്ട് അച്ഛൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഈ അവസ്ഥയിൽ എൻ്റെ അമ്മയെ ഇവരെ 2 പേരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണേ. അമ്മ എടുത്ത റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അമ്മ കുഞ്ഞിനെ നോക്കാമെന്നും അച്ഛനെ നോക്കാമെന്നും അമ്മ സമ്മതിച്ചു. കാരണം അതൊരു ചെറിയ കാര്യമല്ല. എന്നിട്ട് ആശ്രമത്തിൽ പോയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വരാം എന്ന് ഞാനിങ്ങനെ ആശ്രമത്തിൽ പോയി നിൽക്കുമ്പോൾ എനിക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ട് വീട്ടിൽ നടക്കുന്നുണ്ട്. ഇത്രയും ഒരു കഷ്ടപ്പെട്ട സാഹചര്യത്തിലും ഞാനൊരു വല്ലാത്തൊരു സമാധാനം അറിഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? അതായത് ആ വീട്ടിൽ എല്ലാവരുടെ ഒപ്പവും നിന്നപ്പോഴും ഞാൻ വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭ്രാന്ത്. എൻ്റെ ഉള്ളിൽ, വെളിയിലൊക്കെ ഭയങ്കര ചിരിയൊക്കെയാണ്, പക്ഷേ ഉള്ളിൽ നടക്കണം എനിക്ക് മാത്രമേ അറിയൂ. സമാധാനമായിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റിയിരുന്നില്ല. ആശ്രമത്തിൽ ചെന്നപ്പോൾ ഒരു ദിസ് ഇസ് വെയർ ഐ ബിലോങ് എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയറായി. ഞാൻ വല്ലാതൊരു സമാധാനം അറിയാൻ തുടങ്ങി, സ്വസ്ഥമായി ഉറങ്ങാൻ തുടങ്ങി ഒരു 1.5 വർഷത്തിന് ശേഷം. അച്ഛനും മോളും അമ്മയും ഇവർ ഓക്കെ ആയിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പുള്ളായിരുന്നു അത്. ഐ തിങ്ക് ആ ഒരു ഇൻറ്റൻസിറ്റി ആയിരുന്നു എൻ്റെ ബാക്കിയുള്ള എല്ലാ ഫിയേഴ്സിനെയും മാറ്റി വെച്ച് എനിക്ക് പോകാനുണ്ടായ പ്രേരണ. അതെവിടെ നിന്ന് വന്നെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ഐ സ്റ്റിൽ തിങ്ക് ഇറ്റ് ഇസ് ആസ് എൻ ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഞാൻ അങ്ങനെ പോയാണ് അതെടുത്തത്. വീട്ടുകാരോട് പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, അവർക്കത് മനസ്സിലായിട്ടില്ല ആ സമയത്ത്, വിച്ച് ഈസ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ. ഞാൻ കുറച്ച് കാലത്തേക്ക് എനിക്കൊരു ബ്രേക്ക് വേണം, അത്രയും ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ സയൻസ് വിട്ടിട്ട് പോവുകയാണെന്നൊന്നും അപ്പം പ്രഖ്യാപിക്കാൻ പോയിട്ടില്ല. ഞാൻ തന്നെ ഡൗട്ടിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ വെച്ചു 1 ഇയർ ഐ ഗിവ് എ ബ്രേക്ക് ഫോർ മൈസെൽഫ്. എന്നിട്ട് സയൻസിൽ നിന്ന് മാറി അല്ലെങ്കിൽ പ്രൊഫഷൻ കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, വല്ലാത്ത ടെൻഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അവർ വലുതായിട്ട് എതിർത്തില്ല, പോകണ്ടെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോകാൻ പറ്റത്തില്ല, ഉറപ്പല്ലേ. പക്ഷേ ആ ഒരു രീതിയിൽ ചെറിയൊരു ഹിൻഡേ കൊടുത്തിരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞത് ഐ വിൽ ഗീവ് മൈ 100%. കാരണം ഒരു പീക്ക് PhD എന്ന് പറയുമ്പോൾ അക്കാഡമിക്സിലെ ടോപ്പാണ്, അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇനി അടുത്തതിൽ എനിക്ക് കംപ്ലീറ്റ് കൊടുത്തേ പറ്റൂ, വേറെ വഴിയില്ല. ഇതിലും ഞാൻ ഇളകിപ്പോയാൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാണ്ടാവും, എനിക്ക് എന്നിൽ തന്നെയുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും. സോ ഷുവർ ദാറ്റ് ഐ വിൽ ഗീവ് മൈ 100%. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്റ്റെബിലിറ്റി ആയി.
നമുക്ക് ഉറങ്ങാനുള്ളതും അത്യാവശ്യം ജീവിക്കാനുള്ളതും വരും എന്നായി. ദെൻ ഐ ഡിഡ്ന്റ് ലുക്ക് ബാക്ക്. പിന്നെ പതുക്കെ പതുക്കെ വീട്ടുകാർക്കും മനസ്സിലായി ഞാൻ തിരിച്ചു പോവില്ല എന്നുള്ളത്. കുറ്റങ്ങളൊക്കെ കേട്ടിരുന്നു, ധാരാളം പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരമാണ്, ഭ്രാന്താണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കാരണം ഞാൻ അനുഭവിക്കുന്ന സമാധാനം അതെനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടും അതെനിക്ക് മാത്രമേ അറിയൂ. സോ ഇറ്റ് വാസ് ഓക്കെ. ബാക്കിയുള്ളവർ പറയുന്നൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചേച്ചി ആ ടീച്ചറായ ഒരു ജേണി ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ചേച്ചിയുടെ അടുത്ത് വരികയോ അല്ല ചേച്ചി ഒരു ഫസ്റ്റ് സ്റ്റുഡൻ്റ് അടുത്ത് പോകുമ്പോഴാണല്ലോ നമ്മളൊരു ടീച്ചർ എന്ന് പറയുന്ന ഒരു പദവി നമുക്ക് കിട്ടുക. Yes, of course. അതെങ്ങനെയാണ് വന്നത്? ആ ഒരു ടീച്ചറായ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? TTC കഴിഞ്ഞ് വന്ന് ഉടനെ പഠിപ്പിക്കുക എന്നാണ് നമ്മളടുത്ത് പറയാം. പോയി അടുത്ത ദിവസം കിട്ടുന്ന ആളെ പിടിച്ച് പഠിപ്പിച്ചോളാൻ പറയും. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തി പഠിപ്പിക്കാതിരിക്കും. പക്ഷേ TTC കഴിഞ്ഞ് വന്നപ്പം അച്ഛന് ഞാൻ പറഞ്ഞല്ലോ വയ്യാതിരുന്നു. അച്ഛൻ അസുഖം മൂർച്ഛിച്ചു. ഒരു ആഴ്ചയ്ക്കുള്ളിൽ അച്ഛൻ പോയി. അപ്പം അച്ഛൻ പോയി 16 കഴിഞ്ഞ് ഡിസംബർ 31, 2018 ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. എനിക്ക് എന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് എൻ്റെ മാമൻ, അതായത് അമ്മേരെ അനിയൻ, പുള്ളി വന്നിട്ട് പറഞ്ഞു മക്കൾ പഠിച്ച സ്ഥിതിക്ക് എന്നെ ഒന്ന് പഠിപ്പിച്ചതാണ്. അപ്പോൾ പുള്ളിക്ക് ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ അടുത്ത വീട്ടിലൊരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരിയും ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരിയും പറഞ്ഞു നീ പഠിച്ചതല്ലേ ഞങ്ങളെ പറഞ്ഞു. അപ്പോൾ രാവിലെ മാമൻ ഒരു ക്ലാസ്, വൈകുന്നേരം ചേച്ചി ഒരു ക്ലാസ്, ഇങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ മാസം നമ്മുടെ ഫാമിലിക്കുള്ളിൽ നിന്ന് തന്നെ അനിയൻ്റെ ഭാര്യ, കസിന്, ഫ്രണ്ട്, അങ്ങനെ ഒരു 3-4-5 പേര് വന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ബാച്ച് ഓഫ് സ്റ്റുഡൻസ്. അത് അവരെനിക്ക് തന്ന ട്രസ്റ്റാണ്. അങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻസ് വന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നോട്ടീസൊക്കെ കൊണ്ട് എല്ലായിടത്തും ഒക്കെ കൊണ്ടു കൊടുത്ത് ഞാൻ തന്നെ പോയി പറഞ്ഞ് അനിയനൊപ്പം വന്നു. ഞങ്ങൾ രണ്ടും കൂടെയൊക്കെ കുറേ നടന്നു. ക്രമേണ ഒരാൾ വന്നു, അവരൊരാളെ കൊണ്ടുവന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് നാച്ചുറലി ഗ്രോയിങ്. അപ്പം സ്റ്റുഡൻറ്റ് എനിക്ക് വരികയായിരുന്നു. ഓക്കെ. ചേച്ചിയുടെ ക്ലാസ് ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചേച്ചി അതിനകത്തൊരു ഇൻബോണായിട്ടൊരു ടീച്ചിങ് ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് തൊട്ടേ ഈ ക്വാളിറ്റി ഉള്ളതാണോ അതോ യോഗ എല്ലാവരിലും എത്തണം എന്നുള്ളൊരു താല്പര്യം കൊണ്ട് ഈ ഒരു സ്കിൽ അക്വയർ ചെയ്ത് എടുത്തതാണോ? അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ TTC പഠിക്കുമ്പം അവിടെ പഠിപ്പിക്കാനായി പഠിപ്പിക്കും, അറിയാമല്ലോ. അപ്പോൾ അതൊരു സൈഡ് ഉണ്ട്, നമ്മളെ പഠിപ്പിക്കും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എൻ്റെ ക്വാളിറ്റീസ് അലൈൻ ചെയ്യുന്നൊരു സ്ഥലമായത്. അതായത് ഞാനൊരു പീപ്പിൾസ് പേഴ്സണാണ്. എനിക്ക് പെട്ടെന്ന് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ, വർത്തമാനം പറയാൻ, അതൊക്കെ ഇഷ്ടമുള്ളൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി വരുന്നൊരു സ്ഥലമാണ് ഈ ടീച്ചിങ്, പ്രത്യേകിച്ച് യോഗയിൽ. കാരണം നമ്മളൊരാളുടെ ശാരീരികാവസ്ഥ, മാനസികാവസ്ഥ, ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവരുടെ വിഷമങ്ങൾ, ഇതൊക്കെ വരും. ആൻഡ് ഇറ്റ് പെർഫെക്റ്റ്ലി ഫിറ്റ്സ്. ഇതൊരു ഒരു പ്രീ റിക്വസ്റ്റ് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഈ ഒരു ക്വാളിറ്റി ഒന്നും എൻ്റെ സയൻസിൽ, പ്രൊഫഷണൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഞാൻ ഇരിക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുവാണ്, എന്താ പറയുക, ഒരാളെടുത്ത് മിണ്ടിയില്ലെങ്കിൽ എൻ്റെ പണി നടക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ക്വാളിറ്റീസ് ആണെന്നേ, ഇതൊന്നും ഉപകാരപ്പെടുന്നുമില്ല, ഉപയോഗിക്കുന്നുമില്ല. അപ്പം നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൻഡിങ് ഇല്ല, എല്ലായിടും അടച്ചിട്ടിട്ട് ചൂടെടുക്കണമെന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അതൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷനായിരുന്നു. അപ്പം അത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. കാരണം ഒരു റിസർച്ചർ ആകുമ്പോൾ എനിക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അത് പലതിനും ഞാൻ ഫിറ്റ് അല്ലായിരുന്നു. ഞാൻ അവിടെ എത്തിയതായിരുന്നു ശരി തന്നെ. അവിടെ എത്തിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എത്തി, പക്ഷേ ഇവിടെ അധികം നിൽക്കാനുള്ള കഴിവുകളൊന്നും എനിക്കധികം ഇല്ല. അവിടെ കുറേ ഇരുന്ന് വായിക്കാനും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ പറയുക. കാരണം ഇതൊന്നും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. എന്നാൽ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യട്ടെ, പല കോൺഫറൻസിനും പോകുമ്പോൾ മനുഷ്യരുമായിട്ട് നല്ല ബന്ധം, ഇതിനൊക്കെ എനിക്ക് ഭയങ്കര കഴിവാണ്. അപ്പം നമ്മളുടെ എലമെൻറ്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ യോഗ ക്ലാസ് നോക്കിയാലും യോഗ ഒരു സൈഡ്, പിന്നെ അതിൽ എൻ്റെ ഈ ഒരു കാര്യങ്ങളും കൂടെ വരുന്നതായിരിക്കണം ക്ലാസ്സിൻ്റെ ഒരു പൂർണ്ണത എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഹാവ് ദാറ്റ് പ്രീ റിക്വസിറ്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടെ വരാറുണ്ടല്ലേ. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ആയിട്ടൊക്കെ പോച്ചല്ല. ഇപ്പോൾ കൃഷി ചെയ്യണം, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വെയിൽ കൊള്ളാൻ വയ്യ, മണ്ണിനെ തൊടാൻ പാടില്ല, മണ്ണ് വിടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഇതെല്ലാം ആസ്വദിക്കുന്ന ഒരാൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് ആ കൃഷിയോടുള്ള ആ ഒരു ഇത് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൊമെൻ്ററി ആവുന്നേ, നമ്മളതിൽ ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ. എനിക്കതങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. നമ്മളുടെ ആ ഒരു കഴിവുകളും നമ്മളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒത്തുവരുമ്പം ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫിറ്റ്. ചേച്ചി എങ്ങനെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്? വാട്ട്സ് യുവർ ഫിലോസഫി ഇൻ യുവർ ക്ലാസ്?
നോർമലി ആളുകൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ക്ലാസ് ആണോ, അതോ ചേച്ചിക്ക് സംതിങ് യു ആർ ഡൂയിങ് ഡിഫറെൻറ്റ് ഇൻ യുവർ ക്ലാസ്? ഞാൻ പഠിപ്പിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. യോഗയുടെ മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെള്ളം ഒന്നും കലക്കാത്ത യോഗയാണ് എന്ന് പറയാറുണ്ട്. പിന്നെ യോഗ എനിക്ക് എന്ത് എന്നുള്ളതുണ്ട്, അതാണ് എന്നെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചതുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ യോഗ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ ഞാൻ എന്തോ അത് യോഗ കൊണ്ടാണ്. അതായത് 21 വയസ്സിൽ വളരെ വേഴ്സ് ആയിട്ടുള്ളൊരു ഹെൽത്തിൽ നിന്ന് ഇപ്പം ഞാനിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഐ വിൽ ആട്രിബ്യൂട്ട് ഇറ്റ് ടു യോഗ. പിന്നെ മാനസികമായിട്ടുള്ള വ്യത്യാസം, ഒരു മനുഷ്യൻ എല്ലാവരും ഇവോൾവ് ചെയ്യും, പക്ഷേ യോഗ എപ്പോഴും ഒരു ആക്സിലറേറ്റഡ് എവല്യൂഷൻ തരും എന്നാണ് പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ മനസ്സറിയാൻ, എൻ്റെ തോട്ട് പ്രോസസ്സ് അറിയാൻ, അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഇമോഷൻസ്, എന്നെ ഏതെങ്കിലും ഇമോഷൻസ് ഭരിക്കുന്നുണ്ടോ, ഇങ്ങനെ ആസ് എ പേഴ്സൺ ഇറ്റ് വാസ് എ പേഴ്സണൽ സെർച്ച് ഫോർ മീ. ഞാനിങ്ങനെ എന്നെ അറിയാനുള്ളൊരു വഴിയായി യോഗ ഇങ്ങനെ പതുക്കെ പതുക്കെ എനിക്ക് മാറുമായിരുന്നു. നമ്മുടെ ഒരു ബിഗ് പ്രോജക്റ്റ് അതെ അതെ നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ്. ഇത് എപ്പോഴും വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ദറ്റ് യു ആർ യുവർ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ്. അപ്പം അതിനെനിക്കുണ്ടായ ഏറ്റവും വലിയ ടൂളാണ് യോഗ. അപ്പം ഇതൊരു ഇറ്റ്സ് എ വർത്ത് ടൂൾ ടു ഷെയർ. ഓക്കെ, പല രീതിയിൽ നമുക്ക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം. യോഗ ഈസ് വൺ ഓഫ് ദാറ്റ്. അങ്ങനെ വിശ്വസിക്കുന്ന, അത് വിശ്വാസം മാത്രമല്ല, അങ്ങനെ അറിഞ്ഞ് ജീവിതം മാറിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതും ഡേ ടു ഡേ ലൈഫിൽ ഒരാൾക്ക് ആരോഗ്യമായിട്ടിരിക്കാനായിട്ട് എന്തൊക്കെ, അയാളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ധാരാളമുള്ള കാര്യമായി സാധനം. മനസ്സിനെ ഒന്ന് കൊണ്ടുവരാൻ, അത് സമാധാനം കൊണ്ടുവരാൻ, അവനവനെ കുറച്ചുകൂടെ നന്നായിട്ട് ഇവർക്ക് അറിയാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു 99% ഓഫ് കമ്മ്യൂണിറ്റിക്കും പറ്റുന്ന രീതിയിൽ നമ്മൾ അവരുടെ ആരോഗ്യം കൂടെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ക്ലാസ് കൊണ്ടുവരുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസ്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യർക്ക് ചിലത് ചെയ്യാൻ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അത് അവർക്ക് കൂടി പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുമ്പോഴേ അവരുടെയും കൂടെ ക്ലാസ് ആവും. ഇല്ല നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആസനയൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 5% ആൾക്കാർ ചെയ്യും, 95% ആൾക്കാരും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. എൻ്റെ ക്ലാസ്സിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവരണേ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്രൈറ്റീരിയ ഡേ ടു ഡേ ലൈഫിൽ ദേ ഷുഡ് ബി ലൈക്ക് ഹെൽത്തി, ഹാപ്പി, പീസ്ഫുൾ. ഇതാണ് മോട്ടോ. അപ്പോൾ ടീച്ചർ ആയതിനു ശേഷം ലൈഫ് എങ്ങനെയാണ് പോയത്? നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലായിരുന്നോ, അതോ ചലഞ്ചസോ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ എത്ര വർഷമായി ടീച്ചിങ് തുടങ്ങിയിട്ട്? 7 വർഷം. 7 വർഷം. ടീച്ചറായ ശേഷം ഒറ്റ വാക്കി വരികയാണെങ്കിൽ ഇറ്റ്സ് ബ്ലിസ്ഫുൾ. കംപ്ലീറ്റ്ലി കണ്ടൻ്റാണ്. എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ ആക്ച്വലി വലിയ കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞു തടസ്സങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിനെ ഞാൻ നോക്കിക്കാണുന്നത്, ഞാൻ പ്രൊഫഷൻ സയൻസിലായിരുന്ന സമയത്ത് അവിടെയും നിറയെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എങ്ങും എത്തിയില്ല. ഞാൻ വെക്കുന്ന കാലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോണ ഫീലിംഗ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ചവിട്ടുന്നത് മുകളിലേക്കാണ്, പക്ഷെ പോകുന്നത് പാതാളത്തിലേക്കായിരുന്നു. അതായിരുന്നു അവസ്ഥ. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുന്നു, ഒന്നും വരാത്ത പോലെ. അതിന് അങ്ങനെ വന്ന് ഞാൻ യോഗയിലേക്ക് വന്നപ്പം എന്ത് എഫേർട്ട് ഇട്ടാലും എനിക്ക് അടുത്ത പടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് വിചാരിച്ചതിലും ടച്ച് വുഡ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഇതുവരെ സാധിച്ചത്. കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നുമല്ല. എനിക്ക് നല്ല ഉറക്കം ഇഷ്ടമുള്ള ആളാണ്, രാവിലെ പ്രത്യേകിച്ചും 8 മണി വരെയൊക്കെ ഉറങ്ങാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എനിക്ക് എന്നും 5-5:30 ആകുമ്പോൾ എണീക്കണം. പക്ഷേ ദാറ്റ് ഈസ് ഓക്കെ ഫോർ മീ. കാരണം ഞാൻ ഈ തൊഴിൽ അത്ര ഇഷ്ടപ്പെടുന്നു. കട്ടിലിൽ നിന്ന് എണീക്കുന്ന സന്തോഷത്തോടെയാണ്. അതൊരു വലിയൊരു റെഫറൻസാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ സാധാരണ ഒരാളെ പോലെയല്ല, ഒരു 10-21 വയസ്സ് വരെ അനങ്ങാതിരുന്ന് അസുഖം കൊണ്ട് ചെയ്ത്, എന്നാലും അക്കാഡമിക്കിൽ ഇരുന്ന് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ബോഡി മൂവ്മെൻറ്റിലേക്കും അങ്ങനെയൊക്കെ വരുമ്പം എനിക്ക് അതിൻ്റേതായ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ഓൾ വെരി ലിറ്റിൽ. വളരെ ചെറിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓവറോൾ ഐ എം വെരി കണ്ടന്റ്, വെരി ഗ്രേറ്റ്ഫുൾ. ലൈഫിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ്? യോഗയ്ക്ക് ശേഷമായിരുന്നോ, മുന്നിലായിരുന്നോ? ലൈഫിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ അഗെയിൻ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളൊരു ക്രൗഡിൻ്റെ ഒപ്പം അല്ലാതെ എടുക്കുന്ന ഡിസിഷൻസ് പലപ്പോഴും ക്രൗഡിന് മനസ്സിലാവണം എന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇന്ത്യയിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നപ്പോൾ അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്.
7-8 പേരൊക്കെയാണ് ഒരു ബാച്ചിൽ കയറുക. അതിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ പറ്റിയേ. അപ്പോൾ എനിക്ക് പറയുന്നതിന് പരിധിയുണ്ട്, എന്നാലും നിന്നുകൂടായിരുന്നോ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. ബട്ട് ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഇവിടെ ഇനി നിൽക്കാൻ പറ്റത്തില്ല, കാരണം ആ രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അപ്പം ആ ഒരു സമയത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളെ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളത്. അതൊരു ഫേസ്. കാരണം അത് കഴിഞ്ഞ ഉടനെ ഞാൻ ജർമ്മനി പോയതുകൊണ്ട് അത് വലുതായിട്ട് പ്രൊലോങ് ചെയ്തില്ല. അടുത്ത് വന്ന മേജർ ഷിഫ്റ്റ് ഇതായിരുന്നു. ഈ PhD ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിച്ചു ശരി ഇനി അങ്ങനെ അങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും ഈ പറഞ്ഞ തിരിഞ്ഞു വരാനുള്ളൊരു ശ്രമം തുടങ്ങി. ആ സമയത്ത് ധാരാളം കേട്ടു, ധാരാളം. അപ്പം നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു, വല്ലാണ്ട് ഒറ്റപ്പെട്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ ആർക്കും. നമ്മളിങ്ങനെ വേർഡ്സിലൊക്കെ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഉറങ്ങുന്നില്ല, പറ്റുന്നില്ല, ടെൻഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, ആരെപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെവിടെ എത്തുന്നില്ലായിരുന്നു. ദാറ്റ് വാസ് എ പീരീഡ് വിച്ച് ഐ വാസ് റിയലി ലോൺലി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയ സാഹചര്യം, അച്ഛൻ അത്രയും വയ്യാണ്ടിരിക്കുമ്പോൾ മോളെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞാൻ പോയത്. കാരണം ഞാൻ പറഞ്ഞില്ല അത്രയും പുള്ളുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനത് പറയുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവുമെന്ന് വെച്ചാൽ ഐ എം നോട്ട് ഷുവർ. ആ ഒരു സമയത്ത് ഞാൻ ധാരാളം പഴി കേട്ടിട്ടുണ്ട്. കാരണം അച്ഛനെ ആ ഒരു സമയത്ത് ഇതാക്കിയിട്ട് പോയി എന്നുള്ളതും കേട്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാ ഇതൊക്കെ കേൾക്കണം. ആ നിന്ന സബ്ജക്റ്റിൽ എനിക്ക് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവിടെ ഹാഡ് എ സ്മൂത്ത് റൈഡ് അല്ലേ. പക്ഷെ അതിൽ നിൽക്കാൻ പറ്റിയില്ല, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഐ കുഡിൻ. ആ സമയത്ത് ഞാൻ ഇതുപോലെ വേർഡ്സിലൊക്കെ പറയാൻ ശ്രമിച്ചു, പക്ഷേ എത്തിയില്ല. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് നൗ ഇസ്, നമ്മളൊരു ലെവലിംഗ് അപ്പ് ചെയ്യുമ്പോഴേ, എവിടെയോ വായിച്ചാണ്, വെൻ യു വോണ്ട് ടു ലെവൽ അപ്പ് യു വിൽ എക്സ്പീരിയൻസ് ഐസൊലേഷൻ, യു വിൽ എക്സ്പീരിയൻസ് സെപ്പറേഷൻ ആൻഡ് യു നീഡ് ടു ഹാവ് എൻ എക്സ്ട്രീം ഫോക്കസ്. അത് നമ്മൾ ഏത് രീതിയിലായാലും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരുടെ എണ്ണം കുറയും, മനസ്സിലാവുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. അത് അക്സെപ്റ്റ് ചെയ്യുക. അതങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ പോയിട്ട് വേറൊരു കൂട്ടമോ കുറച്ചേ വെച്ച് കൂട്ടം ഉണ്ടാവില്ല, പോവ കൂട്ടം കുറയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കൂ, ദാറ്റ് ഈസ് ഫൈൻ ഓൾസോ. സോ ദിസ് വാസ് എ ഫേസ് വെയർ ഐ ഫെൽറ്റ് ലോൺലി വിച്ച് വാസ് പാർട്ട് ഓഫ് ഇറ്റ്. അതിൽ പരാതിയൊന്നും ഇനി പറയണ്ട എന്നുള്ളത് ഇപ്പം അറിയാം. ഓക്കെ, യോഗയാണല്ലോ ചേച്ചിയുടെ ലൈഫിനെ ഒരുപാട് ഷേപ്പ് ചെയ്തത്. യെസ്. അപ്പോൾ ലൈഫ് ബിഫോർ യോഗ, ലൈഫ് ആഫ്റ്റർ യോഗ, അപ്പോൾ അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് എങ്ങനെയായിരുന്നു? വീക്ഷിക്കുന്ന ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാവുമല്ലോ, അത് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ഡീപ്പ് ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ 21 മുതൽ യോഗ ഉണ്ട്, 32ാമത്തെ വയസ്സിലാണ് ഞാൻ ടീച്ചറാവുന്നത്. ഇപ്പോൾ ഒരു 11 വർഷം യോഗ വാസ് ദെയർ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. നിഴല് പോലെ കൂടെ നിന്ന് അതെന്നെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് പോകുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് കൂടുതലും അങ്ങനെയാണ് എനിക്ക് ആ സമയത്ത് യോഗയെ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നത്. എനർജി പോകുമ്പോൾ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് മൊത്തത്തിൽ എൻ്റെ ഒരു ഡാർക്ക് ഫേസിൽ യോഗ ഫുള്ളൊരു വെട്ടമായിട്ട് കവർ ചെയ്യുമായിരുന്നു എനിക്ക്. അവിടെ മുതൽ യോഗ ഹാസ് ബീൻ പാർട്ട് ഓഫ് മൈ ലൈഫ്. പിന്നെ എങ്ങനെ ഞാൻ ആസ് എ പേഴ്സൺ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്നതൊക്കെ മുമ്പ് എനിക്കൊരു പ്രശ്നമായിരുന്നു. ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ പ്രശ്നമല്ല എന്നുള്ളത് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അധിക സമയം അതിലിരിക്കാണ്ട് തളർത്താനല്ല വളർത്താനും വരാം എന്ന് തോന്നാൻ തുടങ്ങി. നമ്മളുടെ ഏറെക്കുറെ എല്ലാവർക്കും ലോഡൊക്കെ അവനവൻ്റെ ലോഡ് അനുസരിച്ച് കിട്ടാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് ഹൗ യു അപ്രോച്ച് ഇറ്റ്, നമ്മൾ വ്യൂ ചെയ്യുന്ന രീതി മാറാൻ തുടങ്ങി. നമ്മളുടെ വരുന്ന എക്സ്പീരിയൻസസ് എല്ലാം, ബീ ഇറ്റ് ഗുഡ് ഓർ ബാഡ്, ഓൾ ആർ ലെസൺസ്, എസ്പെഷ്യലി ബാഡ് എക്സ്പീരിയൻസസ്. അതൊക്കെ ഒരു പാഠമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങി. ഡിഫിക്കൽട്ട് ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിറങ്ങാനുള്ള സമയമാണെന്ന് മനസ്സിലായി. ആ സമയത്തും നമ്മൾ വളരും, പക്ഷെ പുറമേ കാണില്ല, താഴോട്ട് ഇങ്ങനെ വളരുവാണ്. യു ആർ ഗെറ്റിംഗ് സ്ട്രോങ്. അത് കഴിയുമ്പോൾ യു ഗോ അപ്പ്. അപ്പോൾ ആ ഒരു രീതിയിൽ ലൈഫിനെ കാണുന്നത് മാറാൻ തുടങ്ങി. അനുഭവങ്ങളൊക്കെ ഉണ്ട്, ധാരാളം അനുഭവങ്ങളുണ്ട്. യോഗ എടുത്ത സമയത്താണ് അച്ഛൻ പോയതേ, അത് ഉൾപ്പെടെ വലിയ ഡീപ്പ് എക്സ്പീരിയൻസസ് ധാരാളം വന്നിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് സീ ദം ആസ് എൻ ഒബ്സ്റ്റക്കിൾ. എന്നെ തളർത്താൻ വരുന്ന ഒരു കാര്യമായി കാണുന്നത് കുറഞ്ഞു. ഒരു 10% ഉണ്ടെങ്കിൽ പോലും 90% ഇത് മാറും. ഇത് മാറുമ്പം ഇത് തന്നെ വളമായി വരും.
ആ ഒരു രീതിയിൽ ലൈഫിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നന്നായി മാറി. മൊത്തത്തിൽ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒരു വലിയൊരു പിക്ചർ, തീരെ ഉള്ളിലേക്കല്ലാതെ കുറച്ചുകൂടെ ഒരു വലിയതായിട്ട് ലൈഫിനെ കാണാൻ തുടങ്ങി. പിന്നെ നമ്മൾ ധാരാളം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. നമ്മുടെ മുമ്പിൽ വന്ന് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചില സമയങ്ങളിൽ വന്നതെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മേ ഇത്രയൊക്കെ അനുഭവിക്കുന്നൊരു മനുഷ്യൻ. ഇങ്ങനെ എത്ര മനുഷ്യരെ ഫിസിക്കൽ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ അവസ്ഥകളായിക്കോട്ടെ അവർ ഷെയർ ചെയ്യും. നമ്മളുടെ തൊഴിലതാണ്, അവർ ഷെയർ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദേ ഗോ ഡീപ്പർ. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേ വി ആർ ഓൾ പാർട്ട് ഓഫ് ദിസ്. നമ്മൾ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ആളൊന്നും അല്ല. അങ്ങനെയൊക്കെ ഒരു ബിഗർ പിക്ചർ എനിക്ക് പല രീതിയിലും യോഗയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ലൈഫ് ഈസ് മോർ മീനിങ് ഫുൾ. ഇപ്പോൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ പല ആൾക്കാരും വന്ന് ഷെയർ ചെയ്യും. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ ചേച്ചി എടുത്ത് വരും, ഒരുപാട് ഡെസിഗ്നേഷൻ ഇരിക്കുന്നവർ. അപ്പം അവരൊക്കെ എങ്ങനെയാണ് യോഗയെ നോക്കിക്കാണുന്നത്? ചേച്ചിയുടെ ക്ലാസ് എല്ലാവർക്കും എങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് ചേച്ചി നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരൊക്കെ യോഗയെ എങ്ങനെയാണ് കാണുന്നത്? അവർക്കൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നു, നല്ലതായിരുന്നു. എൻ്റെ ക്ലാസ് ഞാനിപ്പം പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്ന ക്ലാസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവരുടെ ആരോഗ്യം അനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് എന്താണ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം വാട്ട് ദേ ആർ സീക്കിംഗ് ദാറ്റ് ഈസ് വാട്ട് ദേ ആർ ഗെറ്റിംഗ്. അതാണ് അവർക്ക് കിട്ടുന്നത്. എന്താണോ അവരന്വേഷിക്കുന്നതാണ് കിട്ടുന്നത്. ഞാൻ 11 വർഷവും ആരോഗ്യവും ഒരു ബാലൻസുമാണ് അന്വേഷിച്ചത്, എനിക്ക് അതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനപ്പുറം ഞാനൊരു ചോദ്യത്തിലേക്ക് എത്തിയപ്പോൾ അതിനുള്ള ഉത്തരവും കൊണ്ടാണ് യോഗ പിന്നെ വന്നത്. സിമിലറാണ്. ചിലർ വരുമ്പം ആരോഗ്യം അവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ആൻഡ് ദേ ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പോൾ അവരതല്ലേ കാണും. നമ്മൾ ഏതാണോ ശ്രദ്ധിക്കുന്നത് അതാണ് കാണുക, അത് തന്നെയാണ് കിട്ടുക. ചിലർ വരുമ്പോഴേ പറയും ഇങ്ങനെ കുറച്ച് സ്ട്രെസ്, കാരണം അവർക്ക് കൂടുതൽ നിൽക്കുന്ന അതാണ്, സ്ട്രെസ് ഉണ്ട്, ആങ്ഷ്യസ് ആണ്, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അവർ പോണതും ആ ഒരു അപ്രോച്ചിലേക്കായിരിക്കും. അപ്പം ഞാൻ കൊടുക്കുന്ന ക്ലാസ്സിൽ അവർ ചൂസ് ചെയ്യുന്നത് അവരുടെ ഫോക്കസ് അനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ആരോഗ്യപരമായിട്ട് ധാരാളം വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീകളാണ് കൂടുതലും ക്ലാസ്സിൽ, പുരുഷന്മാരുണ്ടെങ്കിലും സ്ത്രീകൾക്കറിയാമല്ലോ നമ്മളുടെ മന്ത്ലി സൈക്കിളുമായിട്ട് ഒരു ബഞ്ച് ഓഫ് ഇഷ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ഒക്കെ ഉൾപ്പെടെ സഹിക്കാൻ വയ്യാതെ കിടന്ന ആൾക്കാർ വന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി സൈക്കിൾ വരുമ്പോൾ ആ ഒരു ലെവലിലേക്ക് മാറിയ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം, കാരണം അവരുടെ ക്വാളിറ്റി ലൈഫ് എന്ത് മാറുന്നുണ്ടെന്നറിയാം. പിന്നെ ഇടയ്ക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ആങ്സൈറ്റിയാണ്, അറിയാവുന്ന ഒന്നും പറയാൻ പറ്റില്ല, വിച്ച് വി ക്യാൻ ഓൾ റിലേറ്റ്, നമുക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതാണ്. പുള്ളിക്കാരി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അന്ന് കയറുന്നതിന് മുമ്പ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ബ്രീത്തിങ് ഒക്കെ ചെയ്തിട്ട് ചേച്ചി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കൊടുത്തു. കിട്ടുമില്ല എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെ നന്നായി ചെയ്തു. അത് യോഗയുടെ ആ കുട്ടിക്ക് അത് ആ രീതിയിലാണ് ഉപകാരപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ചിലർ വളരെയധികം ഈ പറഞ്ഞ പോലെ ഡീപ്പർ ലെയേഴ്സിലേക്ക് പോകാറുണ്ട്, അവരവരുടെ ലൈഫ് ജേർണിയെ അനലൈസ് ചെയ്ത് അങ്ങനെയും വരാറുണ്ട്. പ്രായം കൂടുതലുള്ളവരൊക്കെ 80+ ഒക്കെ ഉള്ളവരുണ്ട് ക്ലാസ്സിൽ. അവർക്ക് എങ്ങനെയാണ്? അവർ നിലത്തിരിക്കാനൊന്നും പറ്റില്ലല്ലോ. നിലത്തിരുത്താൻ പറ്റത്തില്ല, കാരണം പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും പെയിനും ഒക്കെ വരും. നമുക്ക് അവരുടെ ആ ഒരു ഏജിൽ വരുന്ന ആൾക്കാർക്ക് എങ്ങനെ സ്മൂത്താക്കി കൊടുക്കാം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, മൊബിലിറ്റീസ് എങ്ങനെ വരുത്താം, വേദനകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറയ്ക്കാം, അവർക്കൊരു ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാം. അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമ്മളൊരു ചെയർ യോഗ എന്ന് പറഞ്ഞൊരു ക്ലാസ് റെഗുലർലി, ചെയർ യോഗ കസേരയിൽ ഇതുപോലെ ഇരുന്നിട്ടാണ് നമ്മളൊരുവിധം ഉള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യണേ. അപ്പോൾ അതിൽ ആക്ച്വലി ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ബാച്ചാണത്. അപ്പോൾ അവർ കറക്റ്റ് സമയമാകുമ്പം എത്തിയിരിക്കും, കാരണം അവർക്കിത് വളരെ വാല്യൂബിളാണ്. കാരണം അവരുടെ ഈ ഒരു സമയത്ത് അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടൊരു ദിവസം മാറ്റിവെക്കാൻ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കാര്യമല്ലേ, അങ്ങനെ ചെയ്യുമ്പോഴുള്ള സന്തോഷം, ആരോഗ്യം ഇപ്പോഴും മെച്ചപ്പെടുന്നുണ്ട്, വേദനകളില്ല, ഇങ്ങനെയൊക്കെ വരുമ്പം ദേ ആർ വെരി ഹാപ്പി, വളരെ ഹാപ്പി ആയിട്ട് വരുന്ന കുറച്ച് സ്റ്റുഡൻസാണ് ആ ബാച്ചിലുള്ളത്. സോ ഉണ്ട്, ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. യെസ്. ചേച്ചിക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് മറ്റുള്ളവർ തരുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ചേച്ചിക്ക് ആ ഒരു തോന്നലുണ്ടാവുമല്ലോ, ഓക്കെ ഐ എം ഡൂയിങ് സംതിങ് ഗ്രേറ്റ് എന്നൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ? ഹൗ യു ആർ ബീങ് സോ ഹംബിൾ എന്നുള്ളൊരു ചോദ്യം. ഞാൻ യോഗയിൽ ഐ കൺസിഡർ മൈസെൽഫ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. നമ്മളൊരു ടൂളാണ്, ഓക്കെ, നമ്മളൊരു ഇൻസ്ട്രുമെൻ്റാണ്. അത് യോഗ ഇതുവഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, ആ ഒരു രീതിയിലാണ്. ഞാൻ ഇതിനു മുമ്പും ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു, അന്ന് സയൻസിലായിരുന്നു, അവിടെയും ഞാൻ എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്നും ആയില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു മീ പുറമേ കാണുമ്പോൾ ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ എനിക്കുള്ളിൽ ഒന്നും ആയിട്ടില്ല. ദേർ ഐ വാസ് നോട്ട് സച്ച് എ ഗുഡ് ഇൻസ്ട്രുമെൻറ്റ്, ഞാൻ അത്ര നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നില്ല. ഇവിടെ
അപ്പോൾ ആ ഒരു രീതിയിൽ ഐ എം ഹാപ്പി. കാരണം ഞാൻ ഇവിടെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻസ്ട്രുമെൻ്റായി മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ എലമെൻ്റ് ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ എത്തി. പ്രീ റിക്വസിറ്റ് ഒക്കെ സെറ്റാണ്. ഞാൻ എൻ്റെ സ്ഥലത്തെത്തി, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നല്ലാതെ ഐ സ്റ്റിൽ കൺസിഡർ മൈസെൽഫ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. യോഗ ഞാൻ ഡെവലപ്പ് ചെയ്ത കാര്യമൊന്നും അല്ലല്ലോ. ഗുരുക്കന്മാർ വഴി എൻ്റെ ഗുരു എനിക്ക് പഠിപ്പിച്ചു, ഞാനത് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണു എന്നുള്ളതല്ലാണ്ട് അതിൽ നിന്ന് ധാരാളം ടച്ച് ഉണ്ട്. ഒരു ദിവസം ഒരാളെങ്കിലും എന്തെങ്കിലും നല്ല വാക്ക് പറയും, അത് വലിയൊരു അനുഗ്രഹമാണ്, ചെറിയ കാര്യമല്ല. സ്വന്തം തൊഴിൽ അങ്ങനെ നമുക്കൊരു അത് കിട്ടുമ്പോൾ ഭഗവാന് ലെറ്റ് ഹിം ടേക്ക്. കാരണം ഭഗവാനാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും അവർക്കുള്ളതാണത്. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് അവരുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നതിൽ ഞാൻ അതിലൊരു അഗെയിൻ ഒരു മീഡിയം, ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ കാണാറ്. അതെൻ്റെതാണെന്ന് വിചാരിച്ചാൽ പോയി അവിടെ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ കുറേ ക്രിറ്റിസിസം കാണുമല്ലോ, പ്രൈസിൻ്റെ കൂടെ ക്രിറ്റിസിസം കാണുമല്ലോ, അതെങ്ങനെ ഡീൽ ചെയ്യണം? ക്രിറ്റിസിസം ആദ്യം ഇനീഷ്യലിയൊക്കെ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പലപ്പോഴും നല്ല വാക്കിനേക്കാളും ക്രിറ്റിസിസത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് തോന്നാറുണ്ട്. അവർക്ക് നമ്മളോട് മുമ്പേ വലിയ ഗ്രഡ്ജൊന്നുമില്ലല്ലോ, പറയുന്നതിൽ അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആ ഒരു കേൾക്കണ ഒരു മൊമെൻറ്റിൽ ഡൗൺ ആവും. പിന്നെ പതുക്കെയൊക്കെ വന്നിട്ട് അനലൈസ് ചെയ്യും. ഇസ് ദെയർ സംതിങ് ഇൻ ഇറ്റ്, അതിലെന്തെങ്കിലും നമുക്ക് എടുക്കാനുണ്ടോ, അടുത്തൊരു ദിവസം ഒരാളിത് പറയാതിരിക്കാൻ എന്ത് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനിതിൽ കൊടുക്കും 100%. ദാറ്റ് വാസ് മൈ പ്രോമിസ് ടു മൈസെൽഫ്. ഞാനത് ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞിരുന്ന ക്രിട്ടിസൈസിങ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മുറിക്കും, വേണ്ടതെടുക്കും, ഇംപ്ലിമെൻ്റ് ഇറ്റ്, അങ്ങനെ മുന്നോട്ട് പോകാനായി ശ്രമിക്കാറുണ്ട്. അതും ഞാൻ എടുക്കാറില്ല, ക്രിറ്റിസിസം എടുക്കാറില്ല. ഇല്ല, അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കും. ഐ ടേക്ക് ഇറ്റ് അഗെയിൻ. ഞാൻ പറഞ്ഞില്ലേ, ബാഡായിട്ടുള്ള വന്ന് വളമായി എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ അതിനോടും ഉള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ ചേച്ചി കുറേ സ്റ്റക്കായിട്ട് നിന്നു, പിന്നെ കുറേ ട്രാൻസിഷൻ ഉണ്ടായി. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, റിസർച്ച് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, യോഗ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഈ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് അവർ നോട്ടീസ് ചെയ്യാതെ പോകുന്ന ചില സിഗ്നൽസ് ഉണ്ട് ലൈഫിൽ. അതെന്തൊക്കെയായിരിക്കും ചേച്ചിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ? ഓക്കെ, ഇതുവരെയുള്ള എൻ്റെ ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് വേറെവർ യു ആർ യു ഗിവ് യുവർ 100%. നമ്മൾ എന്തായാലും എഫർട്ട് ഇടണം, നിർബന്ധം. അത് നിർബന്ധമാണ്. നമ്മൾ കൊടുക്കുക, നമ്മുടെ 100% നമ്മൾ കൊടുക്കുക. ആൻഡ് ദെൻ യു സീ, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വർക്ക് ചെയ്യുന്നില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ 100% കൊടുത്തിട്ടും ഒന്നും ആയിട്ടില്ലെങ്കിൽ ലുക്ക് അറൗണ്ട് യുവർ സറൗണ്ടിങ്സ്. എന്തെങ്കിലും പ്രശ്നമുള്ള സറൗണ്ടിങ്സ് ആവാം, നമുക്ക് നമ്മൾ തന്നെ ആവണമെന്നില്ല, അതുകൊണ്ടല്ലോ അനലൈസ് ചെയ്യണം. ചുറ്റും നോക്കി നോക്കൂ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യു റിമൂവ് യുവർ സെൽഫ് ഫ്രം ദാറ്റ്. അതിൽ ചേഞ്ച് വരുത്താൻ പറ്റിയില്ലെങ്കിൽ യു കം ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻവയോൺമെൻറ്റിൽ നിന്ന് പുറത്ത് വരെ. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ ആ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇറ്റ് വാസ് എ വെരി ടോക്സിക് അറ്റ്മോസ്ഫിയർ ഫോർ മീ. അവിടെ ആയിരുന്ന സമയത്ത് ഞാനവിടെ മെറിറ്റിൽ കയറിയതാണെങ്കിൽ പോലും ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ സ്ഥിരം കേട്ടിട്ടുണ്ട്. ബിലോ ആവറേജ്. അതെ. അപ്പോൾ കുറച്ചാലും കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതെവിടെയും ഒരു ചെറിയ പ്രശ്നമില്ലേ, എനിക്കാണോ പ്രശ്നം അതോ ഇനി ഇവിടെയാണോ പ്രശ്നം, എനിക്ക് അങ്ങനൊരു നമ്മളൊരു കൺഫ്യൂഷൻ, ഡൗട്ട് സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. അപ്പം നോക്കിയപ്പം സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹാർഡ്, കുറച്ചുകൂടെ പണിയെടുത്ത് നോക്കാം, കുറച്ചുകൂടെ എഫേർട്ട് ഇടാൻ തുടങ്ങി. നല്ലപോലെ എഫേർട്ട്, എത്ര എഫേർട്ട് ഇട്ടിട്ടും ഇതിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഐ ഡിസൈഡഡ് ദാറ്റ് ഇനി ഇവിടെ നിന്ന് മാറുക എന്നുള്ളതായിരിക്കാം എൻ്റെ ഒരു ചോയ്സ്. സോ ഐ റിമൂവ് മീ ഫ്രം ദയർ. അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ജർമ്മനിയിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഓൾ വാസ് ഫൈൻ, ഐ വാസ് ഡൂയിങ് വെൽ ഓൾസോ. ആക്ച്വലി പുറമേ നോക്കി കഴിഞ്ഞാൽ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അടുത്തെനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ചെറിയ ചെറിയ തോട്ട്സ്, നമ്മുടെ ഒരു ഇന്നർ വോയിസ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്, ജോഷിനും ഉണ്ട്, എനിക്കും ഉണ്ട്. ഈ ഇന്നർ വോയിസിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കേട്ടു തുടങ്ങിയാൽ അത് പറഞ്ഞു തുടങ്ങും. നമ്മളത് വരുമ്പോൾ അതിനെ തട്ടിക്കളഞ്ഞാൽ അത് പറയില്ല. 2-3 തവണയൊക്കെ പറയും, പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് അത് ഒതുങ്ങും. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം അഗെയിൻ ഇറ്റ് വാസ് ആ ഒരു ഫേവറബിൾ കണ്ടീഷനായിരുന്നു. അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇന്നത് ഫേവറബിൾ കണ്ടീഷനാണ്. ആ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എൻ്റെ ഇന്നർ വോയിസ് വാസ് വെരി ലൗഡ്. അപ്പം ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് എനിക്ക് വന്നൊരു ചോദ്യം ഇതാണ്, is this what you want to do with your life? Is this what you want to do with your life? ഇതാണോ ചെയ്യേണ്ടത്? ലൈഫ് ഇങ്ങനെ പോകാനാണോ താല്പര്യം? ഇരട്ട ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്വസ്റ്റ്യനിൽ എൻ്റെ അടിത്തറ ഇളകിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാൻ പോയപ്പം ഉത്തരം വാസ് എ ഹാർഡ് നോ. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇന്നർ വോയിസ്? എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ വുഡ് സജസ്റ്റ് ടു സിറ്റ് വിത്ത് യുവർ സെൽഫ്. ഇത്തിരി ബുദ്ധിമുട്ടാണ്, എളുപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങളുടെ ഒപ്പം ഇരുന്ന് നോക്കൂ, ഇത് തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കൂ. എന്നിട്ട് ചാടി പുറപ്പെടുമൊന്നും വേണ്ട. ഐ ടുക്ക് മൈ ഓൺ ടൈം. 1.5, 2, 3 വർഷമൊക്കെ എടുത്തു ആ ക്വസ്റ്റ്യനും വെച്ച് ഞാൻ. എന്നിട്ടൊക്കെയാണ് ബേബി സ്റ്റെപ്സ് എടുത്തത്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇന്നർ വോയിസ് കേട്ട് അതിനോട് പറയാനുള്ളത് കേൾക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു സൈഡായിട്ട് തുടങ്ങാം, കംപ്ലീറ്റ്ലി എല്ലാം മാറ്റി വെച്ചിട്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുണ്ടാവും. ബട്ട് യു ടേക്ക് സ്മോൾ സ്റ്റെപ്സ്. ഐ എം ഓൾവേസ് എ കാൽക്കുലേറ്റഡ് റിസ്ക് പേഴ്സൺ. ഞാൻ ചാടാറില്ല. ചാടും, പക്ഷേ എനിക്ക് തിരിച്ച് കയറാൻ പറ്റുന്നിടത്തേ ഞാൻ ചാടാറുള്ളൂ. കാരണം എനിക്കൊരു കൈ കിട്ടിയില്ലെങ്കിലും എനിക്ക് കയറി പോരാൻ പറ്റണം. എനിക്ക് വേറൊരാൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ വീണ് പോകുമ്പോൾ ഒരാൾ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കിട്ടിയാൽ നല്ലത്. ആരുടെയും കിട്ടിയില്ലെങ്കിലും ഞാൻ കയറി പോരും എന്ന ഉറപ്പുള്ള അത്ര ആഴത്തിലേ ഞാൻ ചാടാറുള്ളൂ. പക്ഷേ നമ്മൾ അപ്പുറത്ത് 100% ഇടുകയും വേണം. അത് വേണം. അത് നമ്മൾ ഇടും. എന്താണെന്നറിയാം? ബിക്കോസ് ഇറ്റ് ഈസ് യുവർ ഇന്നർ വോയിസ്. ഇറ്റ്സ് നോട്ട് സംവൺ എൽസസ് വോയിസ്. ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം അനുസരിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് നിങ്ങളുടെ വിളിയാണെന്നേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നാച്ചുറലി അതിൽ 100 എത്തും. പതുക്കെ പതുക്കെ സ്മോൾ സ്റ്റെപ്സ് എടുക്കൂ. ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ദിസ് ഈസ് ഫിയർഫുൾ, ഐ അക്സെപ്റ്റ് ഇറ്റ്. പേടി ഉണ്ടാക്കുന്ന കാര്യമാണ്, അൺസർട്ടനിറ്റിയാണ്. പക്ഷേ ലൈഫ് ആസ് എ ഹോൾ പിക്ചർ എടുത്തിട്ട് ഇപ്പോൾ ജോഷിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, സപ്രസ് ചെയ്ത് ഒറ്റുണ്ടാവും നിൽക്കും. വയസ്സാം കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോഴേ അന്ന് ഞാനത് ചെയ്യായിരുന്നു എന്നുള്ള ആ ഒരു റിഗ്രറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഐ കനോട്ട് ഹാൻഡിൽ. അതായത് പോയി നിന്നിട്ട് തിരിച്ചു നോക്കിയിട്ട് കിട്ടിയ അവസരം ഞാൻ എടുക്കായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്തില്ലായിരുന്നു. ട്രൈ ചെയ്ത് യു പുട്ട് എഫേർട്ട്, നത്തിങ് വർക്ക് ഔട്ട്, ഇറ്റ്സ് ഓക്കെ, യു ഹാവ് അനദർ സ്റ്റോറി ടു സേ. പക്ഷേ ശ്രമിച്ചു പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ നമുക്കൊരു നീതി ഇല്ലാത്ത പോലെ. അപ്പോൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സ്മോൾ സ്റ്റെപ്സ് എടുക്കാം. നിങ്ങൾ വല്ലാണ്ട് ചാടുമൊന്നും വേണ്ട. സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ആവില്ല. സൈഡായിട്ട് കൊണ്ടുവരൂ. ലെറ്റ് ഇറ്റ് സീ ഹൗ ഇറ്റ് ഗ്രോസ്. എല്ലാത്തിനും ഒരു ട്രൈ കൊടുക്കണ്ട. ശ്രമം വേണം, തീർച്ചയായിട്ടും ശ്രമം വേണം. ഇല്ലെങ്കിൽ ഒരു വലിയ റിഗ്രറ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അറ്റ് ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. മേ ബി അറിഞ്ഞുകൂടാല്ലോ. അപ്പോൾ പോയി റിഗ്രറ്റ് ചെയ്യാൻ പറ്റില്ല. പോയി സമയം പോയി അതിന് തയ്യാറല്ല. ചേച്ചിയുടെ ഒരു ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് എന്താണ്? ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ധാരാളം ഉണ്ട്. അഗെയിൻ ഈ ഒരു സംസാരത്തിൽ വരുമ്പോൾ ദ മൊമെന്റ് ദാറ്റ് ഐ റിയലൈസ് ദിസ് ഇസ് മൈ പാത്ത്. ഇതാണ് കാരണം. പാതെ അറിയാതെ പണ്ടാരടങ്ങി നടക്കുമായിരുന്നല്ലോ. ഉറക്കമില്ല, തിന്നണത് ഊണ്, ഉറക്കമില്ല, ഭക്ഷണം, ഒന്നിലൊരു സന്തോഷ സമാധാനമില്ല നടന്ന എനിക്ക് ഒരു വലിയൊരു തുറന്നു കിട്ടിയൊരവസ്ഥയായിരുന്നു. ഇതാണ് സ്ഥലം എന്നറിഞ്ഞത്. ഓക്കെ. ഞാനിങ്ങനെ അതിൽ പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്നത് ലേറ്റാണെന്ന് തോന്നുന്നു. 10-32 വയസ്സായി, ഇനി ഒന്നേന്ന് തൊഴിൽ തുടങ്ങണമല്ലോ ഭഗവാനെ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പം അത്ര ലേറ്റ് അല്ല, കുഴപ്പമില്ല. കാരണം അന്ന് ആ ഒരു സമയം മുതൽ ഐ ബീൻ ഡൂയിങ് വാട്ട് ഐ ഷുഡ് ബി ഡൂയിങ് എന്നൊരു ഫീൽ എനിക്കുണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട പണിയാണ് ഞാൻ എടുക്കുന്നതെന്നും. ആൻഡ് ഐ എം ഹാപ്പി ഇൻ ദാറ്റ്. എനിക്ക് ആൾക്കാരെ സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റേതായ സമയം, എൻ്റെ ആരോഗ്യം എല്ലാം വരുന്നുണ്ടെന്നേ. ഐ എം കംപ്ലീറ്റ്ലി ഗ്രേറ്റ്ഫുൾ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹാപ്പിനെസ് ചെറിയ വാക്കാണെന്നാണ് തോന്നുന്നത്. ചെറിയ വാക്കാണ്. ഇത് സംതിങ് ബിയോണ്ട് ദാറ്റ്. ഐ എം വെരി കണ്ടന്റ്. നിറവ്. ചേച്ചി ലൈഫിൽ കുറേ ട്രാൻസിഷൻ ചെയ്ത് വന്നതാണല്ലോ. അപ്പോൾ ചേച്ചിയുടെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് ലെസൺസ് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ചേച്ചിയുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു ബിഗ്ഗസ്റ്റ് ലെസൺ എന്തായിരുന്നു? ബിഗ്ഗസ്റ്റ് ലെസൺ കുറേ ഉണ്ട്. പക്ഷേ അണ്ടർലൈനിങ് ആയിട്ട് ഞാനൊരു കാര്യം പറയണമെങ്കിൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. അവനവൻ്റെ വിശ്വാസം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവനവനെ വിശ്വാസം വേണമെങ്കിൽ നമ്മൾ അവനവനെ അറിയണമല്ലോ. യെസ്, അവനവനെ അറിയണം. നമ്മളുടെ വിശ്വാസം പലപ്പോഴും നമുക്ക് കുഞ്ഞിലേ വരുന്ന വോയിസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള വോയിസസ്, നമ്മുടെ പാരൻസിൻ്റെ വോയിസ്, ഇതൊക്കെയാണ് നമ്മുടെ പലപ്പോഴും ഷെയ്പ്പ് ചെയ്യുന്ന വോയിസുകൾ. നമ്മളുടെ വിശ്വാസത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ വളരെ സെൽഫ് ക്രിട്ടിസൈസിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വളരെ സെൽഫ് ക്രിട്ടിസൈസിങ്. അതായത് ഒരു തെറ്റ് ഞാൻ ചെയ്താൽ വേറെ ആരെങ്കിലും എന്നെ പറഞ്ഞതിന് മുമ്പ് ഞാൻ എന്നെ കൊല്ലും. ആരെങ്കിലും കാരണം ആ ലെവല് ഐ യൂസ് ടു കിൽ മൈ സെൽഫ്. അത്ര പോലും. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിറ്റിസിസം ഒഴിവാക്കാനായിട്ട് മുന്നോട്ട് പോവില്ല, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യില്ല.
ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പം മിസ്റ്റേക്സ് കുറയും. അപ്പോൾ പിന്നെ ക്രിറ്റിസിസം കുറയും. അപ്പം ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ ഐ എം ഹാപ്പി. അപ്പോൾ ഇത് കുറച്ച് കാലം ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഇരിക്കും, മുരടിച്ചു പോവും എന്ന് എനിക്ക് തന്നെ മനസ്സിലായി, വളർച്ച ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് ബീയിങ് കൈൻഡ് ടു മൈസെൽഫ്. അവിടെയാണ് ജോഷു പറഞ്ഞ അവനവനിലേക്കൊരു തിരിച്ചു വരവായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ബീയിങ് കൈൻഡ് ടു മൈസെൽഫ്. ഐ സ്റ്റാർട്ടഡ് ബീയിങ് ഐ സ്റ്റാർട്ടഡ് ടു ലവ് മൈസെൽഫ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോടൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. ജോഷു ഒരു തെറ്റ് ഞാൻ പറയും സാരില്ല, ഞാൻ എന്നോട് അങ്ങനെയല്ല പറയാം, ജോഷിനോട് കുഴപ്പമില്ല ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയും. അതുപോലെ ഞാൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സാരില്ല, യു ആർ എ ഹ്യൂമൻ, യു ആർ അലൗഡ് ടു മേക്ക് മിസ്റ്റേക്സ് ബട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെ ഒരു സെൽഫ് ടോക്ക് കുറേ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് ഞാൻ മാറാൻ തുടങ്ങി. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ബി സ്റ്റക്ക് ദെയർ. അല്ലെങ്കിൽ ഞാൻ പുതിയ കാര്യങ്ങൾ ശ്രമിക്കില്ലെന്നേ. കാരണം ആ ക്രിറ്റിസിസം സഹിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വിമർശിക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ധാരാളം പേര് നമ്മളിപ്പോഴും കാണാറുണ്ട്. വേറെ ആരും വേണ്ട, അവർ തന്നെ അവരെ കൊന്നോളും, അവരുടെ തോട്ട്സ് തന്നെ ഇസ് ഇനഫ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ സ്വന്തമായി പറഞ്ഞ് കുറേ കാലത്തെ ഒരു സെൽഫ് ടോക്കിൽ നിന്നാണ് ഐ കെയിം ഔട്ട് ഓഫ് ദിസ്. ഐ സ്റ്റാർട്ടഡ് ട്രൈങ് ന്യൂ തിങ്സ്. അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിലുണ്ടാവുന്ന ചെറിയത് നമ്മളെങ്ങനെ ഫീഡ്ബാക്ക് ആണല്ലോ, നമ്മളിലേക്കുള്ള വിശ്വാസം വരാൻ തുടങ്ങി. ആ ഒരു വിശ്വാസമാണ് ഏറ്റവും വലിയ ഒരു ലെസൺ അല്ലെങ്കിൽ മുതൽക്കൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. എന്തിൽ പോയി വീണാലും ഞാൻ എണീറ്റ് പോരും. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് വെൻ യു പാസ് ത്രൂ എക്സ്പീരിയൻസസ്. അതിന് നിങ്ങൾ അലൗ ചെയ്യണം. അതിന് സെൽഫ് ക്രിറ്റിസൈസിങ് പാടില്ല. ഇങ്ങനെ ഒരു സൈക്കിളിലൂടെ വന്ന് ഐ തിങ്ക് ദിസ് ഇസ് ദ തിങ്. ഇഫ് യു ആസ്ക് മീ, ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് തിങ്. ഇനി നാളെ എന്ത് വരും എന്ന് ചോദിച്ചാൽ ഞാൻ കടന്നു പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് എന്നിലുള്ള വിശ്വാസമാണ്. നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചേച്ചി നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. സോ വാട്ട് ഈസ് ദ വൺ തിങ്, വാട്ട് ആർ മെനി തിങ്സ് ഉണ്ടാവുമല്ലോ, യു ആർ സോ ഗ്രേറ്റ്ഫുൾ ഓഫ്. എന്താണ് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡോടെ നോക്കിക്കാണുന്നൊരു കാര്യം? ലൈഫിൽ ഒരുവിധം എല്ലാം ഗ്രാറ്റിറ്റ്യൂഡാണ്. അല്ല ചേച്ചിയുടെ അതിനകത്ത് ചേച്ചിയുടെ ഒരു ഫിലോസഫി എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ്? ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി പറഞ്ഞാൽ ഞാൻ പറയും ബി ഗ്രേറ്റ്ഫുൾ. ബാക്കി എല്ലാം പിന്നെയാണ്. ഞാൻ എവിടെയോ വായിച്ചുള്ളൂ, വേറിട്ട് ലൈക്ക് എ ക്ലോക്ക് എന്നാണ് പറയുക. അതായത് ഒരു മൂടുപടം പോലെ എപ്പോഴും കൂടെ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചു. ഇപ്പോൾ ജോഷിന് ഇന്നുള്ള കാര്യങ്ങളിൽ ജോഷിന് വലിയ തൃപ്തിയൊന്നുമില്ല. നാളെ വരുന്നതിൽ തൃപ്തി ഉണ്ടാവുന്ന എന്താ അത്ര ഉറപ്പ് അല്ല? ഇന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് തൃപ്തിയും ഒരു കണ്ടൻമെൻറ്റും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പരാതികളുണ്ടാവില്ല എന്നല്ല പറയണേ. പക്ഷേ നല്ല കാര്യങ്ങൾ വരുമ്പം ജനറലി വി ആർ ഗ്രേറ്റ്ഫുൾ. അതെ, എളുപ്പമാണ്. പക്ഷേ തിരിച്ചു വരുന്ന സന്ദർഭങ്ങളിലാണ് യു ഹാവ് ടു ഹോൾഡ് ഓൺ ടു ഗ്രാറ്റിറ്റ്യൂഡ് മോറായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് കൂടുതലായി ഓർക്കണം എന്ന് തോന്നും. അതിപ്പോൾ ഒരു ദിവസം വിഷമം വന്ന് പെട്ടെന്ന് ഇത് മനസ്സിൽ വരില്ല. ഇറ്റ് ഹാസ് ടു ബി എ പ്രാക്ടീസ്. നല്ല കാര്യങ്ങൾ ശ്രമിച്ചാലേ വരത്തുള്ളൂ എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ട്. പ്രാക്ടീസ് ചെയ്യണം. ഇൻ ദ സെൻസ് ചിലർ പറയും അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് ഞാൻ ചോദിക്കും ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും? അപ്പോൾ പറയും അങ്ങനെയല്ല. കാരണം ഒന്നുമില്ലാതെ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. മനസ്സിലാവുണ്ടോ? അതായത് നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്ന മൊമെൻറ്റിൽ പോലും വി സ്റ്റിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഹോൾഡ് ഓൺ ടു. നമുക്ക് അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് വരണേ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെടുക്കുന്ന ബ്രത്ത്, ജോഷി ഞാനും എടുക്കുന്ന ബ്രത്ത്, ശ്വാസം നമ്മൾ കൊണ്ടുവന്നതാണോ? അല്ല. ചുറ്റുമുള്ള ജീവജാലങ്ങൾ തരുന്നതാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലേ? നമ്മൾ കുടിക്കുന്ന വെള്ളം, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ കൊണ്ടുവരണമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഈ 3 കാര്യം എടുക്കും. ഇതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഓൾമോസ്റ്റ് നില്ലല്ലേ? പക്ഷെ ഇതെല്ലാം നമ്മൾ ബാക്കിയുള്ള മനുഷ്യരെ മാത്രമല്ല, ബാക്കിയുള്ള ഫുൾ നേച്ചറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ലൈഫാണ് നമ്മുടെ ബേസിക് എക്സിസ്റ്റൻസ് ഇറ്റ് സെൽഫ്. അപ്പോൾ അവിടെ നിന്നേ തുടങ്ങണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് തോന്നാറുണ്ട്. അവിടെ നിന്ന് തുടങ്ങി നമ്മളിങ്ങനെ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ശീലിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാവുന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി പറയാൻ പറ്റില്ല. ആത്മാർത്ഥമായിട്ട് നമ്മളിങ്ങനെ ചില ദിവസങ്ങളിൽ പണ്ടാരം നശിച്ച ജീവിതം എങ്ങനെ പറയും മനസ്സിൽ നിന്ന്
അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് തിരിച്ചു പറയും. ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ മൊത്തത്തിൽ ഇതെന്തിങ്ങനെ പറയും, മൊത്തത്തിൽ അങ്ങനെയാണോ? അപ്പം നമ്മളിത് പെട്ടെന്ന് തിരിഞ്ഞൊരു നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുന്നേ, മറ്റേ സൈഡിലൂടെ നമ്മൾ കാണാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഞാൻ ഒന്ന് പരാതി പറഞ്ഞോട്ടെ, എനിക്ക് പറഞ്ഞേ പറ്റൂ. പക്ഷെ പറയുമ്പോൾ തന്നെ ഐ ഗെറ്റ് ദ അതർ സൈഡ് ഓൾസോ. കാരണം ഇത് ശീലമായിപ്പോയി. ശീലിച്ചു വരുമ്പോൾ ലൈഫിനൊരു വല്ലാത്തൊരു കണ്ടൻമെൻറ്റ് കൊണ്ടുവരുന്ന കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. എഴുതാറുണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്. എസ്പെഷ്യലി ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ എഴുതാറുണ്ട്. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഞാൻ കൂടുതൽ എഴുതണം, അല്ലാത്ത സമയത്ത് എഴുതണ്ട, ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇരുന്ന് എഴുതും. നമ്മൾ കാണുന്ന മാത്രമല്ല, ധാരാളം ചുറ്റും കിടപ്പുള്ളത് നമ്മൾ ഈ നിൽക്കണേന്നുള്ളതേ ഉറപ്പിക്കാൻ വേണ്ടി പലർക്കും നമ്മൾ സ്റ്റുഡൻസിനോടും ഒക്കെയും പറയും, റൈറ്റ്, എഴുതൂ. ബുദ്ധിമുട്ടാണെന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന പലതുണ്ടാവും. നല്ല ബന്ധങ്ങളുണ്ടാവും, നിങ്ങളുടെ ആരോഗ്യം ഉണ്ടാവും. നിങ്ങളുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാം എന്ത് വന്നാലും നമുക്കിതൊക്കെ നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടേതായ അറിവുകളുണ്ടാവും, നിങ്ങൾ അക്വയർ ചെയ്ത നോളജ് ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിങ്ങനെ പോവാം. ഇപ്പം ഞാൻ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ലേ? അതങ്ങനെ എത്ര പേർക്ക് പറ്റും? 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വെൻ വി സ്റ്റാർട്ടഡ് കൗണ്ടിങ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ഈവൻ കംപ്ലെയിൻ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. എന്തെങ്കിലും ഒരു ഗുണം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഗുണം മതി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേച്ചി ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സ്റ്റുഡൻസിനോട് എഴുതാൻ പറയുന്നു പറഞ്ഞത്, ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട്സ് വായിക്കും. അപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എനിക്ക് തന്നെ കുറച്ച് നേരം ഇരുന്ന് ചിന്തിക്കാനായിട്ടൊരവസരം തന്ന കാര്യങ്ങളൊക്കെയും വായിക്കാറുണ്ട്. അതിലെപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന കാര്യം ഗ്രാറ്റിറ്റ്യൂഡായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. മെഡിറ്റേഷൻ ക്ലാസ്സിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട്. വി സ്റ്റാർട്ട് ഫ്രം ദ ബ്രത്ത്. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എത്രത്തോളം ലൈഫ് ഈസ് കണക്റ്റഡ് ബാക്കിയുള്ള എല്ലാ ബീയിങ്സുമായിട്ടുള്ളത് അഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ അങ്ങനെയും ചെയ്യാറുണ്ട്. യെസ്. അപ്പോൾ ചേച്ചിയുടെ ഡെയിലി കോട്ട് ഇടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പം ചേച്ചിയുടെ ഫേവറേറ്റ് കോട്ട് എന്താണ് അതിനകത്ത്? കുറേ കോട്ട്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടമുള്ള ധാരാളം കോട്ട്സ് ഉണ്ട്. പക്ഷേ എപ്പോഴും മനസ്സിൽ വരുന്നതും ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഗ്രോ ത്രൂ വാട്ട് എവർ യു ഗോ ത്രൂ. വാട്ട് എവർ യു ഗോ ത്രൂ. പ്രാസമില്ലേ, പ്രാസ ഒപ്പിച്ച് വളരെ ആഴമുള്ള അർത്ഥമുള്ളതാണ്. ആരാണ് എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ് ഈസ് എന്തിലൂടെയൊക്കെ വരുന്നോ അതിലൂടെയൊക്കെ വളരുക. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു മോട്ടോ. എന്ത് വന്നാലും അതിൽ കൂടെയൊക്കെ അങ്ങ് വളരുക. ബുദ്ധിമുട്ടാണെങ്കിലും വളരുക, നല്ല വെട്ടം വെളിച്ചമുള്ളപ്പോഴും വളരുക. ആ ഒരു രീതിയിൽ. സോ ദിസ് ഇസ് മൈ ഫേവറേറ്റ് കോട്ട്. ഇത്രയും നേരം ഞങ്ങളിവിടെ സമയം ചെലവഴിക്കുകയും ചേച്ചിയുടെ ലൈഫ് ജേർണി, ചേച്ചിയുടെ പേഴ്സ്പെക്റ്റീവ്, ആ ഒരു പോയ ട്രാൻസിഷനൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത് ചേച്ചിയുടെ സമയത്തിന് എൻ്റെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ജോഷ്, താങ്ക് യു. പൊതുവേ അങ്ങനെ ആരും ചോദിക്കാൻ ഇഷ്ടപ്പെടാത്ത, ആലോചിക്കാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളും കാര്യങ്ങളും ആണ് നമ്മൾ കൂടുതലായും ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇത്തരം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഡീപ്പ് ക്വസ്റ്റ്യൻസുമായിട്ടും ജോഷിന് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ദ ജേർണി കണ്ടിന്യൂസ്.